നമ്മളെ ജോണി കൊച്ചനെ കുറച്ച് പേര് തട്ടി കൊണ്ടുപോയി. എവിടെ എവിടെ കാണാൻ വയ്യ. നേരെ കാണുന്ന ഈ നേരെ കാണുന്ന ബിൽഡിങ്. ആ കണ്ടു 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 കണ്ടു. അയ്യ ആരും അറിയാതെ നമുക്ക് അതിന്റെ അകത്ത് മേടിക്കാം. 20 ലക്ഷോ? 20 ലക്ഷത്തിന് എത്ര പൂജ്യം ഉണ്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാണ്. അവനെയാണ് ഞാനും നോക്കുന്നത്. കണ്ടില്ല പിന്നെ പയ്യെ മേളിൽ കയറിയാലോ? നോക്കിട്ടോ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഓക്കെ പൊക്കോ. മക്കൾ ഇവിടെ എവിടെയെങ്കിലും മാറിയില്ല കേട്ടാ. ഹലോ മീനുട്ടി പറ. തട്ടിക്കൊണ്ടുവന്ന എവിടാ മോളെ? ലൊക്കേഷൻ നിൽക്കാൻ പറ്റുമോ മോൾക്ക്? മിനിറ്റ് മോളെ പോലീസ് ആവനെ. ഹലോ മാഡം. ഹലോ മാഡം കേൾക്കാമോ? മാഡം നമ്മളെ ഈ കുട്ടി ഒരു കിഡ്നാപ്പിംഗ് സിനാരി ഒന്ന് കൊണ്ടുവന്നത്. മാഡം ഫുൾ ബോഡി ചെക്കപ്പ് എടുത്തോ നോക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് എന്തെങ്കിലും സെഡേറ്റീവ്സ് എന്തെങ്കിലും കൊടുത്തിട്ടോ ചെക്ക് ചെയ്യാൻ പറ്റും സാറേ? കുട്ടിയാണല്ലോ ഈ കേസ് നമ്മൾ ഇത്രയും വഴിത്തിരിവിലെത്തി. അപ്പോൾ കുട്ടിക്ക് കള്ളന്മാരെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു സാറേ. വേണോ മോളെ ഐഡി പറ. പോലീസ് 6-9. ഇത് ഇട്ട് നടന്നോ? നല്ലതാ. ഇതേ ഇപ്പൊ മാമന്റെ ഒരു തരാവുള്ളൂ. വേറെ നമുക്ക് എന്ത് കിട്ടിയാലും മാമന്റെ ജോലി. സാർ എന്തായാലും കുഞ്ഞു കൊച്ചിന് റിവാർഡ് കൊടുക്കേ. അത് തന്നെയല്ലേ റിവാർഡ് കൊടുക്ക് സാറേ. ഇങ്ങനെ മക്കളെ ഐഡി പറ. സൂക്ഷിച്ച് ഉപയോഗിക്കണേ. എടി കൊച്ചെ 14ാമത്തെ വയസ്സുവരെ 101 രൂപ കൊണ്ടാണ് ഞാൻ നടന്നത്. അപ്പൊ ഒരു ഇടി കൂടി കാലൊക്കെ മാറിയാൽ മതി. പിന്നെ ഞാൻ പീഡിയുടെ ഏരിയ കണ്ട പിടിച്ച സെല്യൂട്ട് എന്നെ പറയണ്ട സാറേ. അവളെ അങ്ങനെ ദോഷം അല്ല എന്താ പറയണ്ട. കത്തി മോളങ്ങനെയാണ് വളർത്തുന്നത് സാറേ. ഇപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും അവൾക്ക് റെസ്ട്രിക്ഷൻ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തപ്പടി എന്നെ കൊല്ലും. ഈ കൊച്ചിപ്പോഴും ഉറങ്ങാത്ത എന്ത്? അവക്ക് അതങ്ങനെയാണ്. അത് പറഞ്ഞല്ലോ സാറേ, നമുക്ക് റെസ്ട്രിക്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാര്യം തീരെ പറ്റും. ചൂടിൽ അങ്ങോട്ട് മേടിക്കുക. പ്ലാച്ച് നിൽക്കുന്ന അറിയുക. അവക്ക് ഞാനിപ്പോ പ്ലാച്ചി 2 വലിയ ആവേശത്തിൽ കൊടുക്കുവേ. അത് പിന്നെ ഞാൻ കിടന്നുറങ്ങുമ്പോഴത്തേക്ക് എന്റെ കഴുത്തിൽ കത്തി വെക്കുവാള്. വേണ്ട. ഇപ്പം കൊച്ചിച്ച നിക്കുന്നേ. അവൾ എന്തെങ്കിലും വഴക്കുറഞ്ഞ എടാ കൊച്ചിച്ചെന്നാ പോകുന്നത്. അവള് പറയണത് സപ്പോർട്ടായിട്ട് ഇത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് പിള്ളേർ ഭാഷകളാവണം സാറേ. നമ്മളത് പീഡിക്കെതിരെ കണ്ണെടുക്കുന്ന ആർക്കറിയാം. കൊച്ചച്ഛനും അച്ഛനെതിരെ കത്തി എടുക്കണം. പിന്നാണ് പീഡിക്കെതിരെ സ്വർണ്ണം എങ്ങനെയാണ് സാറേ അടിച്ചടിച്ച് ഒരിക്കലും എടുക്കുന്നത്? സ്വർണ്ണം നന്നായിട്ട് പറഞ്ഞെങ്കിൽ അതിന് നല്ല അടികളാണ് സാറേ. ഇല്ലെങ്കിൽ സ്വർണ്ണം ഒരു കല്ല് കേട്ട് എന്താ വ്യത്യാസം? മോളെ 2 അടി പറഞ്ഞതിന് വല്ല കുഴപ്പമുണ്ടോ? എങ്ങനെ ഇരിക്കും? രാജൻ 10-7 കൊണ്ട് ചിന്തിക്കണം. കുറെ എണ്ണത്തിന് ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ വീട് നീ മറന്നാണോ ഞാൻ പറഞ്ഞത്? കത്തി എടുത്ത് നടക്കണം. ഞാൻ കണ്ട കത്തി വീടി കൊണ്ടുപോകും. എന്നിട്ട് ജയിലിൽ വിടും ഞാൻ. ഒറ്റയ്ക്ക് ആ ജയിലിൽ കിടന്ന് അവിടെ ചെലന്തി പാറുകാലിയൊക്കെ ഉണ്ട്. അവിടെ കൊണ്ടിടണോ ഞാൻ? ചെലന്തി ഉള്ളിടത്ത് കൊണ്ടിടണോ ഞാൻ? ഇനി ഇവിടെ കിടന്ന് വിളച്ചിലെടുത്ത ജയിലിൽ കൊണ്ട് കളയും ഞാൻ. അവിടെ ചെലന്തിയൊക്കെ ഉണ്ട്. ചെലന്തി കടിക്കും. മനസ്സിലായോ?